നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. രൂത്തിനോട് ബോവസ് പറഞ്ഞൊരു വാക്കാണ്. കേട്ടോ മകളെ, കാലാപെറുക്കാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. എൻ്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. അവർ കോരി വെച്ച വെള്ളം നിനക്ക് കുടിക്കാം. അവർ നിന്നെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ അവരോട് കൽപ്പിക്കും. അസാധാരണമായ ദയ രൂത്തിനോട് ബോവസ് കാണിക്കുമ്പോൾ, ഇത്രത്തോളം എന്നോട് കരുണ കാണിപ്പാൻ എന്താണ് എന്ന് രൂത്ത് തിരിച്ചു ചോദിക്കുമ്പോൾ, ബോവസ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ നല്ല പ്രവൃത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് ഒരു നല്ല പ്രതിഫലം തരുവാൻ ദൈവം ശക്തനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത ഓരോ നല്ല പ്രവൃത്തിക്കും കർത്താവ് നമുക്ക് പ്രതിഫലം തന്നിരിക്കും. അബ്രഹാമിന് ദൈവം നീതിയായി കണക്കിട്ടു. തൻ്റെ പ്രവൃത്തിയിലാണ് പലതും അബ്രഹാമിന് ദൈവം നീതിയായി കണക്കിട്ടത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തിക്കൊരു ഫലമുണ്ട്. അത് വൈകത്തില്ല. അത് തക്ക സമയത്ത് നിങ്ങളുടെ മുൻപിൽ അത് വെളിപ്പെടും. വിശ്വസിക്കുക, മടുത്തു പോകാതെ നല്ല പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്യുക. അതിൻ്റെ റിസൾട്ട് വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് തരും. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.